ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആദ്യമേ തന്നെ സന്തോഷത്തിൻ്റെയും ഉത്സാഹത്തിൻ്റെയും ഒരു നല്ല ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്ക് ഞാൻ നേരുന്നു. ക്രിസ്മസിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന കുറച്ച് ചിന്തകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈശോ പിറന്നത് തൊഴുക്കൂട്ടിലാണ്. തൊഴുക്കൂട്ടിലുണ്ടായിരുന്നത് തിരുക്കുടുംബമായിരുന്നു. മാതാവിൻ്റെയും യേശുപിതാവിൻ്റെയും ഒപ്പം ജനിക്കുന്ന ഈശോ. ഈ തിരുക്കുടുംബത്തിന് ഒരുപാട് കഷ്ടതകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് നമുക്ക് സുവിശേഷത്തിൽ കാണാൻ കഴിയും. രാജകുങ്കരന്മാരുടെ അടുത്ത് നിന്ന് ഓടി പലായനം ചെയ്യുന്ന യേശുപിതാവും മാതാവും ഉണ്ണീശോയും, ജനിക്കാൻ ഒരു സ്ഥലമില്ലാതെ ഒരു കാലിക്കൂട്ടിൽ ജനിക്കുന്ന ഈശോ, അതികഠിനമായ തണുപ്പില് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈശോ. ഈ കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലുമുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബമാകുന്നത് ഈശോ നമ്മുടെ കുടുംബത്തിൽ ജനിക്കുമ്പോഴാണ്. ഈ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ ഈ ക്രിസ്മസ് നമുക്ക് സ്പെഷ്യലാകുന്നത് നമ്മളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈശോ ജനിക്കുമ്പോഴാണ്. നമ്മളുടെ കുടുംബങ്ങളിലും ഈശോ ജനിക്കുമ്പോഴാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുമിച്ചിരിക്കുന്ന ഓരോ സമയവും ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലുകയും ഒരുമിച്ച് വർത്താനം പറയുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളുടെ ഇടയിൽ, നമ്മളുടെ കുടുംബങ്ങളിലും ഈശോ ജനിക്കുകയാണ്. അങ്ങനെ ഓരോ കുടുംബങ്ങളും ഈശോയെ കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെ 1000 മംഗളങ്ങൾ നേരുന്നു.